ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പൂഴ്ത്തിയത് അവയവ കച്ചവട മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ 2 റിപ്പോർട്ടുകൾ. റിപ്പോർട്ടിലുള്ളത് ഇരകളായ 60-ലധികം പേരുടെ മൊഴികൾ. ഇരകളിൽ അധികവും തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് 2020 നൽകിയ റിപ്പോർട്ട് കോടതിക്ക് കൈമാറാത്തതിലും ദുരൂഹതയുണ്ട്. അവയവദാതാക്കൾ, സ്വീകർത്താക്കൾ, ഇടനിലക്കാർ എന്നിവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ അവയവ കച്ചവട മാഫിയ സംസ്ഥാനത്ത് സജീവമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് 2 റിപ്പോർട്ടുകളാണ് ക്രൈംബ്രാഞ്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിച്ചിരുന്നത്. അവയവ കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പരിശോധിച്ച് കോടതിക്ക് കൈമാറേണ്ട DME തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഇരകളായ 60-ലധികം പേരുടെ മൊഴികൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ അവയവം നീക്കിയാലോ ഇരയായത് പ്രായപൂർത്തിയാകാത്ത ആളാവുകയോ ചെയ്താൽ മാത്രമാണ് പോലീസിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വാങ്ങുന്നയാളും വിൽപ്പന നടത്തുന്നയാളും ഒരുപോലെ കുറ്റക്കാരാകുന്നതിനാൽ പണം വാങ്ങി അവയവ വിൽപ്പന നടത്തിയ ആരും രേഖാമൂലം പരാതിപ്പെടാറില്ല. 35 സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ശസ്ത്രക്രിയകൾ നടന്നിരുന്നത്. 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് വൃക്കയും കരളും നൽകാൻ പ്രേരിപ്പിച്ചിരുന്നത്. വാഗ്ദാനം ചെയ്ത പണം കൃത്യമായി ഇരകൾക്ക് നൽകാറുമില്ല. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മാത്രം 35 പേർ അവയവ വിൽപ്പന നടത്തിയിട്ടുണ്ട്. മോഷണക്കേസിൽ ജയിലിലായ ആളടക്കം അപരിചിതർക്കും വൃക്ക നൽകിയിട്ടുണ്ട്. ഒരു കേന്ദ്രീകൃത മാഫിയയുടെ കീഴിലല്ല ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതെന്നും ഓരോ ആശുപത്രി പരിസരത്തും നിരവധി ഏജന്റുമാരുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ജനം, കൊച്ചി.